രാത്രി നല്ല മഴയാണല്ലോ. ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ കണ്ണെഴുതിയില്ല. ഓ ഇറങ്ങിക്കോട്ടോ. ടാറ്റാ. പാല് മേടിച്ചിട്ട് വരണേ നാരായണി. ആ പാലൊക്കെ എടുത്തിട്ട് വരണേ കേട്ടോ. പാലെടുത്തിട്ട് വരണേ. ഇന്നലെ ഇന്നലെ കൊണ്ടുവന്നപ്പോ നിനക്കൊക്കെ തരത്തില്ലേ? അപ്പൊ കൊണ്ടുവന്നില്ലടി. എടി കുഞ്ഞത് മേടിച്ചോളൂ, നീ പോ. താട്ടിട്ടേക്ക് പൊക്കോ. എടി അവള് ഇപ്പൊ പോകുമ്പോ മേടിച്ചോളും. അവനെ കയ്യെ പിടിക്കടി. മുഖത്ത് വല്ല ഇരിപ്പുണ്ടോ? വെള്ളം ഇല്ലല്ലോ. അവിടെ ടവലുണ്ട് കയ്യിലെ. തൂത്തൊക്കെ വിട്ടേക്ക്. ചുമയുണ്ട്. ഇപ്പം സ്കൂളിൽ പോകാൻ ചെറിയ മടി കാണിക്കുന്നുണ്ടേ. എന്നിട്ട് ഇന്നലെ എന്താ പറയുക, ചുമച്ചൊക്കെ കാണിക്കും. അങ്ങോട്ട് മൂക്കൊക്കെ ഇങ്ങനെ ചീറ്റി ചുമച്ചൊക്കെ കാണിക്കുവാണേ. എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാറായി ഇപ്പോൾ. അത് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ ഞാൻ സ്കൂളിൽ പിടിയല്ല എന്നൊക്കെ ഉള്ളൊരു ടി വിക്കകത്തൊക്കെ കാണിക്കുന്നവരോടെയാണേ. അപ്പോൾ അതൊക്കെ കണ്ട് ഇപ്പോൾ പുള്ളിക്കാരി അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. കാര്യം എന്താ പറയുക, ചുമ്മാ ഒരു ഇത് കാണിക്കുന്ന പിള്ളേർ കാണിക്കുന്ന പോലത്തെ അങ്ങനെയൊക്കെ നേരത്തെ അങ്ങനെയൊന്നൊരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം. എവിടെയോ പോയി മുട്ട ഇടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എപ്പോട്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് കൊക്കുന്നുണ്ട്. മുട്ട ഇട്ടിട്ട് കൊക്കുന്ന പോലെ. ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്തേ എവിടെ പോയി തപ്പാനാ? എല്ലാം തപ്പി നോക്കിയതാണ്. പക്ഷെ ഇവരെവിടെയാണ് മുട്ട ഇടുന്നതെന്ന് അറിയത്തില്ല. എന്താ ഒരാൾ അവിടുന്ന് കൊക്കിയല്ലോ. എവിടുന്നാ? സത്യത്തിൽ ആരാ മുട്ട ഇടുന്ന പോലും അറിയത്തില്ല. സാറ് മഴയായ പിന്നെ അതിനകത്ത് ഇറങ്ങൂല. ഭാഗ്യം. വന്ന് പെട്ടെന്ന് ബസ് വന്നോ അതോ? ആണോ? നിങ്ങളെന്താ അവിടെ ചെന്നായിരുന്നല്ലോ അല്ലേ? അവളെ വിളിച്ചോണ്ട് ഓടിയോ? എന്നാ അലമ്പ്? ചുമ്മാ വെള്ളത്തിൽ ചവിട്ടാൻ കഴിയത്തില്ല. അവൾക്ക് വെള്ളത്തിൽ മാത്രം ഇവിടെ ചവിട്ടില്ല. അതെന്നാ സ്വഭാവം എനിക്കറിയത്തില്ല. വെള്ളം കൊണ്ട് ഇവിടെ നടക്കത്തുമില്ല. അതിനെവിടെ വെള്ളം അങ്ങോട്ട് പോകുന്നിടത്ത്? ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ഇതുണ്ടല്ലോ, അതിനിഷ്ടല്ല. വലിയ വെള്ളം കിടക്കുന്നതിന് തക്കുടും ഉണ്ടായിരുന്നു അതിനകത്ത്.
ചേച്ചി ഇല്ലല്ലോ. ചേച്ചിയില്ല, വേറെ ഏതൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആണോ? അത് അക്കുടുവിന്റെ അമ്മയാ. അതോ? ആ പുള്ളിക്കാരാണോ ചേച്ചിയെ? ആ. നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ ശാംഭവിയുടെ സ്കൂളിൽ. മെല്ലെ 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 മെല്ലെ. അത് പതിയെ പോകാൻ പറഞ്ഞാ ഞാൻ ഇച്ചിരി ഡോറയുടെ സ്റ്റൈലിൽ പറഞ്ഞതല്ലേ ഉള്ളൂ. മേലേത് കിട്ടോണ്ടിരിക്കുന്നത് മേലേത് എന്തൊക്കെയോ ഇടും. ഇത് പിടിച്ചേ, നിർമ്മലമ്മയാണല്ലോ. എന്നെ ഇടുന്നതാ. ഇതല്ല ഇതല്ല ബാ. യോ കണ്ടുപിടിക്കണോട്. ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ കാര്യാലയം. അമ്മായി പിടിച്ചാടി, കൈ പിടിച്ചേ. കാല് വയ്യ, അല്ല വേറെ പതിയെ പിടിച്ച് ചേർക്കും. അമ്മായിയെ കൊണ്ട്
വാട്ടർ അതോറിറ്റി ഓഫീസിൽ വന്നതാ. വാ സമയം എത്രയായി? പട്ട് കുറേ നേരമായല്ലോ. ചുമ്മാ സൗഹൃദ സംഭാഷണമാ. അമ്മ എല്ലാം ഇതെന്നാണ് എൻ്റെ പൂ. ബാ എനിക്ക് പിന്നെ അവിടെ നിന്ന് ചേനാ ഒത്തിരി അധികം ഇല്ലമ്മായി. കയറിക്കോ അമ്മായി, കയറിക്കോ. കോട്ടയം ബസ്സുണ്ടോ? ഞാൻ ആ കോട്ടയം ബസ്സിൽ പോക്കോളാം. എൻ്റെ കണ്ണാടി ശരിയാക്കണമെന്നത് ഇങ്ങോട്ട് നടക്ക, മുന്നേ നടക്ക്. പിന്നെ സ്കൂളിലോട്ട് പോകാൻ പറ്റിയില്ല, തലവേദന. വെളിയോട്ട് ഇറങ്ങുമ്പോഴേ ഇപ്പോൾ തലവേദനയാണല്ലോ. നമ്മുടെ ചൂല് തീർന്നു കേട്ടോ, ഇനി പിന്നെ മേടിക്കാം. എല്ലാം കൂടെ ഇന്ന് പറ്റത്തില്ല. ചൂല് 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 തൂത്ത് തീരാറായെന്നാ. സൂക്ഷിച്ചവിടെ പോണമെന്ന്. കൂടി വന്ന ഒരു പാമ്പ്. അത് കൂടുതലൊന്നും ഇല്ലല്ലോ, പാമ്പല്ലേ ഉള്ളൂ. കൊച്ചിൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ, തലവേദന കാരണം തിരിച്ചു കയറി. അങ്ങോട്ട് വെച്ചേ കൊച്ചിന് സാധനങ്ങളൊക്കെ വെച്ച്. ഇതെന്നായിരുന്നു ഇതങ്ങോട്ട് വെക്ക്. എന്താ പറഞ്ഞേ, വരുമല്ലേലും എനിക്ക് വയ്യ. എനിക്ക് ഒരുമാതിരി ചൂടുമല്ല എന്നാൽ വെയിലുണ്ടോയെന്ന് വെച്ചാൽ വെയിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള രണ്ടവസ്ഥ, രണ്ട് കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് നല്ല തലവേദന എടുത്തു പോയി. ഓടം വരെ എത്തുമ്പോൾ ഏകദേശം ഞാൻ മടുക്കും. തിരിച്ചു വരുമ്പോൾ പിന്നെ തല പൊങ്ങത്തില്ല വരും. ആ കോടയൊന്ന് ദൈവത്തെ ഓർത്തൊന്ന്. ആ ഭയങ്കര കാറ്റായിരുന്നു, നല്ല മഴയായിരുന്നു.
കാറ്റാ. നോക്കിയേ, കാറ്റ് ഭയങ്കര കേട്ടോ. ദൈവമേ, എൻ്റെ അരിപ്പ് അവിടെ വെച്ചിട്ട് നിന്റെ അരിപ്പിട്ടുണ്ടോ? ഏ കൊട എടുത്തോണ്ട് പോ, മഴ പെയ്ത് തന്നെ ചെയ്യുന്നേ. താണ്ടെ അതിനകത്ത് ഇരിക്കുന്ന ബിഷപ്പിനകത്ത്. എടി ഷോപ്പർ, എടി ഇവിടെ അങ്ങോട്ട് താഴെ നോക്ക്. അതെ, ഈ കുട കൊണ്ടുപോയിക്കോ. കൊച്ചു കുട എന്നാ ചെയ്യും മഴ പെയ്താല്? അതുകൊണ്ടോ മഴ വരുന്നുണ്ട്. കുട എടുക്ക്. വേണ്ട കുട. വേണ്ട, പാല് മേടിക്കണേ. പാലില്ല, പറ്റത്തില്ല. കൊച്ചിന് ചായ കൊടുക്കണം. പാല് പഠിക്കാനല്ല, പാല് പഠിച്ചില്ലെങ്കിൽ പോലല്ല, എൻ്റെ കൊച്ചിനെ വിളിച്ചോണ്ട് വരണം. അതല്ല, എന്നാലും ക്യാമറ വേണ്ടേ? ഇത് ഞാനെങ്ങനെ കൊണ്ടുവരുന്നേ? നല്ലതാ. ചില സമയം കഴിവില്ലായ്മ നിനക്കൊരു സുഖമായിട്ട് മാറുന്നുണ്ടെന്ന് എനിക്കറിയാം. കഴിവില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിൻ്റെ കൂട്ടുകാരോടൊക്കെ പോകാനാണെങ്കിൽ നല്ല കഴിവ് കണ്ടേനെ. ക്യാമറ എടുക്കുക, പിടിക്കാനും ഒക്കെ. ആ കൊച്ചങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. അപ്പോൾ ദേ നല്ല മഴ. അത് കുട ഒരെണ്ണം എടുക്കാൻ തന്നെ മടിയായിരുന്നു. അതുകൊണ്ട് ഒരു കുടയെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്താ ചെയ്യാന്ന് പറ. ഇനിയിപ്പോൾ ഞാൻ മിക്കവാറും ഒരു കുട എടുത്തുകൊണ്ട് ഇറങ്ങി പോവേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാറ്റ്, എൻ്റെ ദൈവമേ, മിക്കവാറും ഞാൻ ഇറങ്ങി പോകേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നല്ല കാറ്റാണ്. ഇവിടെ എല്ലാം തിന്നി കിടക്കുക. അയ്യോ, ആ കൊച്ചാണ് ഇതൊക്കെ ഓടുക ചെയ്യുന്നത്. സാധാരണ നടക്കുമല്ലേ ഇത്. എല്ലാവരും ഇവിടെ കിടന്ന് മടുത്ത് കാണും അല്ലേ? കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. മര്യാദക്കൊക്കെ ആണെങ്കിൽ നിന്നെ കഴിച്ചു വിട്ടാൻ. അങ്ങോട്ട് ഓടുക. ഹെൽമറ്റ് കഴുകുന്നതും ചെയ്യാം. ആ ഭയങ്കര നഷ്ടമാണല്ലോ. കേറില്ലേ? അവനെ ഇറക്കി കേട്ടോ. ഇതെന്നാ
യൂണിഫോമേലോ ഇവങ്ങനെ മൂക്കൊക്കെ അതേ ഒഴുകിയിരിക്കുന്നു. എന്നാ പറ്റി? പതിയെ 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 പതിയെ. വെള്ളം ഒഴിച്ചോ? ടവൽ തന്നെ എടുക്കാൻ ഞാൻ. വെള്ളം ജലദോഷമാണോ എൻ്റെ കൊച്ചിന്? അച്ചോ അച്ചോ അച്ചോ. വെള്ളം ഒഴിച്ചോ? ആര് വെള്ളം ഒഴിച്ചു? ചെരുപ്പ് പോലെ ഇടുവോ? അയ്യേ ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പ്. ആ അടുത്ത് ദേഹത്ത് വെള്ളം ഒഴിച്ചോ? ശടാ. Store by Justin Ebel. Here it is on Geo. ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ്. ഇതാണ് സംഭവം. എപ്പത്തൊട്ട് തുടങ്ങി ചുമ? ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ലല്ലോ. ചെറിയായിട്ടൊരു ചുമയൊക്കെ ഉണ്ട്. ശാമ്പവിക്ക് പിന്നെ ചുമ പിടിച്ചു. There was a glitch. Try again in a few seconds. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് അതിന് മറുപടി പറയുന്നത് ഗൂഗിള്. കറണ്ട് പോയല്ലേ? മൊത്തം പോയ താഴെയൊന്നുമില്ല. നമുക്ക് മാത്രം ചെറിയ വെട്ടമുണ്ട്. ലൈറ്റൊക്കെ ഇടാത്ത ഇഷ്ടം പോലെ ലൈറ്റും വെട്ടമല്ല. പറഞ്ഞ അമ്മയ്ക്ക് ലൈറ്റ് വേണ്ടെന്ന് തലവേദന. ഇവിടെ ഓരോ സാധനം കൂടിക്കൂടി വരുമല്ലോ ഓരോ ദിവസം. ഇതൊക്കെ എവിടെ നോക്കിക്കൊണ്ടിരുന്നോ ഇത് വേസ്റ്റൊക്കെ? വൃത്തിയാക്കി പൊളിച്ച് മസാല